ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്തതും അതുപോലെ തന്നെ നമുക്കിന്ന് അന്യം നിന്ന് പോകുന്നതുമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു തെരിക. അപ്പോൾ ഈ ഒരു തെരിക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി നമ്മളൊരു കവുങ്ങിൻ പാള എടുത്തിട്ടുണ്ട്. ഈ ഒരു കവുങ്ങിൻ പാളയെ ഇതുപോലെ ഒന്ന് ചീകി എടുക്കണം. കണ്ടോ കണ്ടോ, കൂടുതൽ ഉണങ്ങിയ പാളകൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചീകിയെടുക്കുക, ഓരോരോ പീസുകളായിട്ട്. കണ്ടോ, ഈ ഒരുപോലെ ചീകിയെടുക്കുക ആദ്യം. അതിനുശേഷം നമുക്കിതിൻ്റെ കവുങ്ങിൻ പട്ടയില്ലേ, ആ ഒരു പട്ടയാണിത്. അപ്പോൾ പട്ടയുടെ തണ്ടിന് ശക്തി കുറഞ്ഞ ഭാഗങ്ങളുണ്ടാവില്ലേ, ഇതിൻ്റെ എൻഡ് വശം വരുന്ന ആ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്കൊന്നും കാരണം മടക്കി വെക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് നമുക്ക് ആ തണ്ടിന് കട്ടി കൂടുതലുള്ള ഭാഗം നമ്മൾ എടുക്കാതെ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് അല്പം നമുക്കിതുപോലെ ഈ ഒരു ഇതളുകൾ മാത്രം ചീകി എടുത്താൽ മതി. അല്ലോ, ഇതുപോലെ ചീകിയെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിന് കട്ടി കൂട്ടുവാൻ വേണ്ടി നമ്മൾ ചീകിയെടുത്ത ആ ഒരു ഭാഗങ്ങളും കൂടി കൂട്ടിപ്പിടിച്ച് നമ്മൾ നേരത്തെ ചീകി വെച്ച, കണ്ടോ, ഈ ഒരു കട്ട് ചെയ്ത് വെച്ച നമുക്ക് ഈ ഒരു കവുങ്ങിൻ്റെ പാളയില്ലേ, ആ ഒരു ഭാഗത്തെ ഇതുപോലെ ചുരുട്ടിക്കൊടുത്ത് കണ്ടോ, ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ പിടിക്കണം. കണ്ടോ, അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ നമ്മൾ ഈ ഒരു പാളയില്ലേ, ആ ഒരു പീസ് എടുത്ത് ഇതിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ ഒരു ആദ്യം മടക്കിയ ആ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. കേട്ടോ, അതുപോലെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇതുപോലെ ചെയ്തെടുക്കുക. കേട്ടോ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പീസിൻ്റെ ആ ഒരു എൻഡ് വശം നമുക്ക് രണ്ടാമത് മടക്കിയിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ടൈറ്റ് ചെയ്ത് നിൽക്കും. ഇതുപോലെ കറക്റ്റ് വീതിയിൽ കേട്ടോ, ഒരേ അകലത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ മടഞ്ഞെടുക്കാൻ. കേട്ടോ, ഈ രീതിയിൽ വേണം പിരിച്ചു കൊടുത്ത്. കേട്ടോ, അപ്പോൾ നല്ല ടൈറ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കുന്ന സമയത്ത് കേട്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് അത് ബെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കണം. കാരണം നമുക്കിത് റൗണ്ടിൽ കിട്ടുവാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ വെച്ച് ഇതുപോലെ കണ്ടോ, ഈ ഒരു കെട്ട് കൊടുത്താൽ നമുക്ക് വീണ്ടും വളച്ചെടുക്കാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് അത് റൗണ്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കണ്ടോ, റൗണ്ടായിട്ട് വരുന്നത് കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് റൗണ്ടിൽ കെട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു എൻഡ് വശത്ത് നമ്മൾ വെറുതെ ഒരു കെട്ട് കൊടുക്കുകയാണ്. കാരണം ഇത് അല്ലെങ്കിൽ നമുക്ക് കെട്ടുന്ന സമയത്ത് വൃത്തി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ചിതറിപ്പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് തൽക്കാലത്തേക്ക് ഒരു കെട്ടിട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് അയച്ച് മാറ്റാനുള്ളതാണ്. അതിനുശേഷം നമുക്കിതുപോലെ രണ്ട് ഭാഗത്തേക്കും കെട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ഇത് റൗണ്ട് ചെയ്ത് പിടിക്കുക. നമുക്ക് ആവശ്യമനുസരിച്ച് എത്രയാണോ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് റൗണ്ട് ചെയ്ത് പിടിച്ച ശേഷം ഇവിടെയും നമുക്ക് അത് രണ്ട് ഭാഗങ്ങളും കൂട്ടി ഇതുപോലെ ഒന്ന് കേട്ടോ, ഇവിടെ നമുക്ക് അതേ രീതിയിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഈ ഒരു കെട്ട് നമുക്ക് അയച്ചെടുക്കാവുന്നതാണ്. കേട്ടോ, ഇതുപോലെ ഒന്ന് കേട്ടോ, ഈ ഒരു രീതിയിൽ ഒന്ന് തിരികെ കൊടുത്ത് ഇവിടെ വെക്കും. ഇനി അതിന് ശേഷം നമുക്കിവിടെ നിന്ന് നമ്മൾ ആദ്യം റൗണ്ട് ചെയ്തെടുത്ത അതേ രീതിയിൽ തന്നെ ഇതുപോലെ കേട്ടോ, പഴയ ആദ്യം കെട്ടിയ ആ ഒരു ഭാഗം നമ്മൾ നയിച്ച് മാറ്റുകയാണ്. ഇതുപോലെ കറക്റ്റ് പിടിച്ച് നമുക്കിനി വീണ്ടും അതേ അളവിൽ തന്നെ ഇതുപോലെ വെച്ച് ഈ രീതിയിൽ കണ്ടോ ചുരുട്ടി കണ്ടോ, ഒന്നിന് പിറകായ ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും. ഇതൊക്കെ ഇന്ന് വീടുകളിൽ നിന്ന് അന്യം നിന്ന് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ, ഇനി ഒരു കെട്ട് കൂടി നമുക്കിവിടെ റൗണ്ടിൽ നമുക്ക് കെട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം മടഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കണ്ടോ, ഇതുപോലെ തിരികെ കൊടുത്ത് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്താൽ നമുക്കത് നല്ല ടൈറ്റോടുകൂടി അവിടെ കിട്ടും, ഇളകിപ്പോകില്ല. ഇതുപോലെ നമുക്കിതിൻ്റെ നീളത്തിനനുസരിച്ച് നമുക്ക് 3 or 4 ആ ഒരു കെട്ട് കൊടുത്ത ഭാഗങ്ങളില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നമുക്ക് കൊടുക്കാം.
കേട്ടോ. കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് പരമാവധി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടി മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള തെരിക നമ്മളിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായ തെരിയായിട്ട് ഇതിനെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.